ഹേയ് നിർമ്മൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. മുഹൂർത്ത സിനിമ അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ പെഡ്ഡി എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഈ വരുന്ന അടുത്ത ശനിയാഴ്ച റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒരു ട്രെയിലർ ലോഞ്ചൊക്കെ ആയിരിക്കും നമ്മുടെ ഭോപ്പാലിൽ വെച്ചായിരിക്കും ഇവൻ്റൊക്കെ നടക്കുന്നത്. സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രം ഈ വരുന്ന മെയ് 14 റിലീസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ മെയ് 10 ഇന്നേ ദിവസം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സിനിമയുടെ തമിഴ്നാട് ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. കേരള ബുക്കിംഗ് ഇതുവരെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. മേ ബി ഇന്ന് തന്നെ ആയിരിക്കാം. നമ്മുടെ അതിലിടുന്ന സിനിമയുടെ 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ടൊവിനോയുടെ ഗ്യാങ്ങിൻ്റെ പോസ്റ്ററും പിന്നെ നമ്മുടെ സാം ബോയിയുടെയും, അതായത് നമ്മുടെ ബേസിലിൻ്റെയും പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. സിനിമയുടെ ബുക്കിംഗ് ഇന്നേ ദിവസം മെയ് 10 തന്നെ രാവിലെ 11 മണിക്ക് ഓപ്പൺ ആവുമെന്നാണ് നിലവിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ. മുകേഷും മഞ്ജു വാര്യറും മെയിൻ ലീഡിലെത്തുന്ന ഒരു സിനിമ വരുന്നുണ്ട്. ഹാപ്പി ലൂപ്പാണ് സിനിമയുടെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. അപ്പോൾ മഞ്ജു വാര്യർ ഒരു കിടിലൻ ഹിറ്റ് തന്നെ ആയിരിക്കട്ടെ ചിത്രം. പിന്നെ അടുത്ത അപ്ഡേറ്റ്, നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 സിനിമയുടെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ റൗഡി ജനാർദ്ദന എന്നാണ്, ഒരു കിടിലൻ പോസ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ രണബലി എന്ന ചിത്രത്തിൻ്റെ ഈ കാണുന്ന പോസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഹിറ്റ് കോംബോയിൽ ഒരു ചിത്രം ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്യുകയും നമ്മുടെ അൽതാഫ് സലീം റൈറ്റ് ചെയ്യുകയും നീംപൊളി നായകനാവുന്ന ഒരു ചിത്രം ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര സിനിമ തന്നെ ആവട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് ഒരു OTT ആണ്. കാളിദാസ് 2 എന്ന ഈ തമിഴ് ചിത്രം ഈ വരുന്ന മെയ് 12 മുതൽ നമ്മുടെ സൺ നെക്സ്റ്റിൽ കൂടെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ദൃശ്യം 3യുടെ ഈ ട്രെയിലർ ഇവൻറ്റിൽ ഒരു സർപ്രൈസും കൂടെ ഏറ്റവും അവസാനം അവർ നൽകിയിട്ടുണ്ടായിരുന്നു. തുടക്കം എന്ന ലാലേട്ടൻ്റെ മകളുടെ സിനിമയുടെ റിലീസ് തീയതി അങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്, ഓഗസ്റ്റ് 7. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.